പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 26 മുതൽ 16-ാം അധ്യായം 4 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഞാൻ പിതാവിൻ്റെ അടുത്തു നിന്നും അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്നും പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്നും പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇത് ചെയ്യും. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങൾ ആരംഭത്തിലെ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി തന്നെ. യേശുവിനോടൊപ്പം നമ്മളായിരിക്കണമെങ്കിൽ യേശുവിന് നമ്മൾ സാക്ഷ്യം നൽകണം. യേശു നമ്മോടുകൂടെ ആയിരിക്കുമ്പോൾ ദുഃഖങ്ങൾ പോലും സമാധാനത്തിലും സന്തോഷത്തിലും അവസാനിക്കും. എന്നാൽ യേശു നമ്മളിൽ നിന്നും അകലെയാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾക്കവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. യേശു അദൃശ്യനായിട്ട് സന്നിഹിതനാണ്, എന്നാൽ അത് അനുഭവിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കാതെ പോകുന്നു. പരിശുദ്ധാത്മാവായ ദൈവം നമ്മളിൽ വന്നു കഴിയുമ്പോൾ അവിടുന്ന് ആ സത്യാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കും. യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കാം, വചനം വായിക്കാം, വചനം വിചിന്തനം ചെയ്യാം, വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം, വചനം പ്രഘോഷിക്കാം. അങ്ങനെ അനേകം ആത്മാക്കളെ നമ്മൾക്ക് നേടിയെടുക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.